നമസ്കാരം. സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടെ അവതരിപ്പിച്ച തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ ശ്രീനിവാസൻ അല്പസമയം മുമ്പാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. 69 വയസ്സായിരുന്നു. രാവിലെ ഡയാലിസിസിന് കൊണ്ടുപോകുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ശ്രീനിവാസനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഡയാലിസിസ് ചെയ്യാൻ ഇന്ന് രാവിലെയോടെയാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. തൃപ്പൂണിത്തുറ എത്തിയപ്പോൾ തന്നെ ആരോഗ്യനില മോശമാവുകയായിരുന്നു. ആ സമയവും ഭാര്യ വിമല ഒപ്പമുണ്ടായിരുന്നു. 2022 ഹൃദയാഘാതത്തെ തുടർന്ന് ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആശുപത്രിയിലായ നാളുകളെക്കുറിച്ച് പിന്നീട് അദ്ദേഹം പ്രതികരിച്ചു. മരണത്തെക്കുറിച്ച് തനിക്കിപ്പോൾ പേടിയില്ല. താൻ 5-6 തവണ മരിച്ചു കഴിഞ്ഞുവെന്നാണ് ശ്രീനിവാസൻ അന്ന് പ്രതികരിച്ചത്. മരണം എനിക്കിപ്പോൾ ഒരു വിഷയമല്ല, കാരണം ഞാൻ 5-6 പ്രാവശ്യം മരിച്ചു. ശ്വാസം മുട്ടൽ വന്ന് ബോധം പോയപ്പോൾ അതൊക്കെ മരണമായിരുന്നു. വേദന കൊണ്ട് ഞാൻ പൊളഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റൽ വരെ എത്തില്ലെന്ന് ഞാൻ പേടിച്ചിട്ടുണ്ട്. വേദന സഹിക്കാൻ പറ്റില്ല. അതിനേക്കാൾ നല്ലത് മരണമാണെന്ന് തോന്നും. അപ്പോൾ പിന്നെ മരണത്തെ പേടിയില്ല. ബോധം പോയി ആദ്യം എത്തുന്നത് എറണാകുളം മെഡിക്കൽ സെന്ററിലാണ്. 24 മണിക്കൂർ കഴിഞ്ഞാണ് ബോധം വരുന്നത്. CPR കഴിഞ്ഞുവെന്ന് അതിനുശേഷമാണ് ആൾക്കാർ പറയുന്നത്. അതിനിടയിൽ മരിച്ചാൽ താൻ പോലും അറിയില്ല എന്നായിരുന്നു ശ്രീനിവാസൻ അന്ന് പ്രതികരിച്ചത്. തന്റെ പുകവലി ശീലത്തെക്കുറിച്ച് പലതവണ അദ്ദേഹം തുറന്നു സംസാരിച്ചിട്ടുണ്ട്. ഇത് ആരോഗ്യത്തെ മോശമായി ബാധിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുകയും പുകവലി ഒഴിവാക്കുവാൻ മറ്റുള്ളവരോട് ഉപദേശിക്കുകയും ചെയ്തു. കാരണം അത് ഒരു വലിയ അടിമത്തമായിരുന്നു. അതിൽ നിന്ന് പൂർണ്ണമായി താൻ മുക്തനായിട്ടില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. പുകവലി മൂലം പല രോഗങ്ങൾ ഉണ്ടായിട്ടും ആ ശീലം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പുകവലിയാണ് തന്നെ രോഗിയാക്കിയത്. ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ അതെനിക്ക് ഉണ്ടാക്കി തന്നു. ഇനി വലിച്ചാൽ രക്ഷയില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതുകൊണ്ട് ഇനി വലിക്കില്ല എന്നും അത് ചില അഭിമുഖങ്ങളിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അച്ഛൻ വലിക്കുന്ന സിഗരറ്റിന്റെ എണ്ണം തനിക്ക് പേടിയായിരുന്നുവെന്നും അച്ഛന് അഭിനയിച്ചാൽ പോരെ എന്ന് തോന്നിയിട്ടുണ്ടെന്നുമാണ് മകൻ വിനീത് ശ്രീനിവാസൻ പ്രതികരിച്ചിരുന്നത്. സിഗരറ്റ് ഇല്ലാതെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അച്ഛന് അഭിനയിച്ചാൽ പോരെ എന്നാണ് തനിക്ക് തോന്നിയിട്ടുള്ളതായി മകൻ പ്രതികരിച്ചിരുന്നത്. 48 വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 200-ലേറെ സിനിമകളിലാണ് ശ്രീനിവാസൻ അഭിനയിച്ചത്. ആക്ഷേപഹാസ്യത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിസ്സഹായരായ മനുഷ്യരുടെ ജീവിതങ്ങളും വേവലാതികളും സൂക്ഷ്മമായി തന്നെ ആവിഷ്കരിക്കപ്പെട്ടിരുന്നു. 1956 ഏപ്രിൽ 26 കണ്ണൂരിലെ പാട്യത്ത് ജനിച്ച ശ്രീനിവാസൻ കതിരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മട്ടന്നൂർ പഴശ്ശി രാജ NSS കോളേജിൽ നിന്ന് ഇക്കണോമിക്സ് ബിരുദം നേടി. മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാഭിനയത്തിൽ ഡിപ്ലോമ നേടിയ ശ്രീനിവാസൻ തുടക്ക കാലത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു. സിനിമാ പഠനകാലത്ത് രജനികാന്ത് ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്നു. 48 വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 200-ലേറെ സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചു. 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് 1984 ഓടരുതമ്മാവ ആളറിയാമെന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് നിലയിൽ മലയാള സിനിമയിൽ ശ്രീനിവാസൻ വരവറിയിച്ചു. സാമൂഹിക വിഷയങ്ങളെ നർമ്മരസം ചേർത്ത് ശ്രീനിവാസൻ തിരക്കഥകൾ ഒരുക്കിയപ്പോൾ മലയാളിക്ക് ഹാസ്യത്തിന്റെയും ആക്ഷേപഹാസ്യത്തിന്റെ നവ്യാനുഭവങ്ങൾ കൂടിയാണ് സ്വന്തമായത്. 1989 പുറത്തിറങ്ങിയ വടക്കുനോക്കി യന്ത്രമായിരുന്നു ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ. മികച്ചൊരു സംവിധായകന്റെ വരവറിയിച്ച സിനിമയായിരുന്നു വടക്കുനോക്കി യന്ത്രമെങ്കിലും അഭിനയത്തിലും തിരക്കഥാ രചനയിലുമായിരുന്നു ശ്രീനിവാസൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമായ ചിന്താവിഷ്ടിയായ ശ്യാമള മലയാളിയുടെ ജീവിത പരിസരങ്ങളിലെ കാപട്യങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ അടിവരയിട്ട് കാണിച്ചു. ഒരു സ്ത്രീപക്ഷ സിനിമയെന്നു കൂടി വിശേഷിപ്പിച്ചു പോവുകയാണ് സിനിമയെന്ന ചിന്താവിഷ്ടിയായ ശ്യാമള. മലയാള സിനിമയിലെ ഏറ്റവും ചിന്തോദീപമായ സാമൂഹ്യ വിമർശന സിനിമകളുടെ പട്ടികയെടുത്താൽ ശ്രീനിവാസൻ എന്ന എഴുത്തുകാരന്റെ പ്രതിഭാവിലാസം വ്യക്തമാണ്. മലയാള സാഹിത്യത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ എന്തായിരുന്നോ അതുതന്നെയായിരുന്നു മലയാള സിനിമയ്ക്ക് ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങൾ എന്ന് പറയുന്നത് നാടോടിക്കാറ്റ്, സന്ദേശം, വടക്കുനോക്കി യന്ത്രം, പട്ടണപ്രവേശം, വരവേൽപ്പ്, മിഥുനം, മഴയത്തു മുൻപേ, ചിന്താവിഷ്ടിയായ ശ്യാമള, ഉദയനാട് താരം, കഥ പറയുമ്പോൾ, അറബിക്കഥ എന്നിവയൊക്കെയായിരുന്നു. ഇനി പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 1991 മികച്ച കഥ സന്ദേശം, കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച തിരക്കഥ മഴയെത്തും മുൻപേ 1995,
കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച ജനപ്രിയ സിനിമ ചിന്താവിഷ്ടയായ ശ്യാമള 1998. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച ചിത്രം വടക്കു നോക്കിയന്ത്രം 1989. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ജൂറിയുടെ പ്രത്യേക അവാർഡ് തകരച്ചെണ്ട 2006. ശ്രീനിവാസന്റെ ഈ വിയോഗം അപ്രതീക്ഷിതമാണെന്നും ഈ വിടവാങ്ങൽ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്നുമാണ് നടി ഉർവശി പ്രതികരിച്ചത്. ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീനിവാസൻ. മരണ വാർത്ത അറിഞ്ഞപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയാത്ത അത്രയും വേദനയാണ്. ശ്രീനിയേട്ടന്റെ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുപോലെ ശ്രീനിയേട്ടൻ ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് അങ്ങേറ്റം ആഗ്രഹിച്ചിരുന്നു. ഈ വിടവാങ്ങൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് കാര്യങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച പ്രതിഭയാണ് ശ്രീനിവാസൻ. വലിയൊരു കലാകാരനായിരുന്നു അദ്ദേഹം. ഓർക്കാൻ ഒരുപാട് കഥകളും കഥാപാത്രങ്ങളും സമ്മാനിച്ചു. എന്റെ സിനിമാ ജീവിതത്തിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം സമ്മാനിച്ചതാണെന്നും ഒരിക്കലും അദ്ദേഹത്തെ മറക്കാനാകില്ലെന്നുമാണ് ഉർവശി അനുസ്മരിച്ചത്. മലയാള സിനിമയിൽ വൻ വിജയങ്ങൾ കൈവരിച്ച ശ്രീനിവാസൻ മലയാളികളുടെ വാർത്തകളിൽ നിരന്തരം ഇടം പിടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പല നിലപാടുകളും കേരള സമൂഹത്തിന്റെ ചൂടേറിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരുന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ആധുനിക വൈദ്യശാസ്ത്രം, CPM കോൺഗ്രസ് പാർട്ടികൾക്കെതിരായ വിമർശനം, ജൈവ കൃഷി തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാട് വലിയ ശ്രദ്ധയാണ് പിടിച്ചുപറ്റിയത്. താൻ ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണെന്നും ആരുടെ നിയന്ത്രണത്തിന് കീഴിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് ഈ തുറന്നു പറച്ചിലുകളിലൂടെ അദ്ദേഹം പലപ്പോഴും വ്യക്തമാക്കിയത്. കേരളത്തിലെ അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നത് മറ്റൊന്നിനും കഴിവില്ലാത്തവരാണെന്ന പ്രസ്താവന വിവാദമായി മാറിയിരുന്നു. പരാമർശം സ്ത്രീവിരുദ്ധവും സ്ത്രീകളെ അപമാനിക്കുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ക്യാൻസർ ചികിത്സയും മരുന്നുകളും ബിസിനസ് ലക്ഷ്യത്തോടെയാണെന്നുള്ളതെന്ന അദ്ദേഹത്തിന്റെ വാദം ഡോക്ടർമാർക്കിടയിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചു. ക്യാൻസർ വന്നാൽ മരണം സുനിശ്ചിതമാണെന്നും ചികിത്സിക്കുന്നത് വെറുതെ പണം കളയാനാണെന്നും അദ്ദേഹം പല അഭിമുഖങ്ങളിലും വാദിച്ചിട്ടുണ്ട്. ക്യാൻസർ മരുന്നുകൾ വിഷമാണെന്നും അവ രോഗിയെയല്ല രോഗം മാറ്റാനായി എത്തുന്നവരെയുമാണ് നശിപ്പിക്കുന്നതെന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഡോക്ടർമാർ രംഗത്ത് വന്നു. കൊച്ചിയിൽ ഒരു വലിയ ക്യാൻസർ സെന്ററിൽ ആവശ്യമില്ലെന്നും രോഗം വരാതിരിക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങളാണ് സർക്കാർ നടപ്പിലാക്കേണ്ടതെന്നുമുള്ള പ്രസ്താവനയും വിവാദമായി. മോഡേൺ മെഡിസിൻ രോഗത്തെ മാറ്റുന്നതിനേക്കാൾ ലാഭത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. മരുന്ന് കമ്പനികളും ആശുപത്രികളും ചേർന്ന് ആളുകളെ പറ്റിക്കുകയാണെന്ന് അദ്ദേഹം പലപ്പോഴും ആരോപിച്ചു. മരുന്നുകളെക്കാൾ പ്രധാനം ശുദ്ധമായ ഭക്ഷണമാണെന്ന് വാദിച്ച അദ്ദേഹം ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. നമ്മൾ പണം കൊടുത്തു വാങ്ങുന്നത് പച്ചക്കറികളെല്ലാം മരണമാണെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വലിയ ജനശ്രദ്ധയാണ് നേടിയത്. ആശുപത്രികൾ വർദ്ധിക്കുന്നതിലല്ല, മറിച്ച് വിഷരഹിതമായ ആഹാരം കഴിക്കുന്നതിലാണ് കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാസവളങ്ങളും കീടനാശിനികളും നിർമ്മിക്കുന്ന കമ്പനികൾ ലാഭത്തിനു വേണ്ടി മനുഷ്യരാശിയെ രോഗികളാക്കുകയെന്നാണ് അദ്ദേഹം വാദിച്ചത്. ശാസ്ത്രീയമായ ചികിത്സകൾ വേണ്ടെന്ന് വയ്ക്കുവാൻ ശ്രീനിവാസന്റെ വാക്കുകൾ പ്രേരിപ്പിക്കുന്നുവെന്നും ഇത് സാധാരണക്കാരായ രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുന്നുവെന്നും ഡോക്ടർമാർ വാദിച്ചു. ശ്രീനിവാസൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തന്നെ സഹായം തേടിയത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. എറണാകുളം ജില്ലയിലെ കണ്ടനാട് ഏകദേശം 30 ഏക്കറോളം സ്ഥലത്ത് തരിശുഭൂമി പാട്ടത്തിനടുത്ത് അദ്ദേഹം നെൽകൃഷിയും പച്ചക്കറി കൃഷിയും നടത്തിയിരുന്നു. സന്ദേശം, വരവേൽപ്പ് എന്നീ സിനിമകൾ CPMന്റെ പ്രവർത്തന ശൈലിയും അനാവശ്യ സമരങ്ങളെയും പരിഹസിച്ച് പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അറിവില്ലാത്തവരാണെന്നും രാഷ്ട്രീയ കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നും വിമർശിച്ചത് വിവാദമായി. പിണറായി വിജയനെ മാറ്റിമറിച്ചുവെന്നും മറ്റു നേതാക്കളെപ്പോലെ അദ്ദേഹം അധികാരത്തിന്റെ ദുർഗുണങ്ങൾക്ക് അടിമപ്പെട്ടുവെന്നും വിമർശിച്ചു. കേരളം ഭരിക്കുന്ന 2 മുന്നണികളും LDF, UDF 5 വർഷം വീതം മാറി മാറി വന്ന് സംസ്ഥാനത്ത് കൊള്ളയടിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേലിനെ ചതിച്ചാണ് അധികാരത്തിലേറിയതെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന കോൺഗ്രസ് അനുഭാവികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. താൻ കോളേജ് കാലത്ത് ABVP പ്രവർത്തിച്ചെന്നും RSS ശാഖയിൽ പോയിട്ടുണ്ടെന്നും കയ്യിൽ രാഖി കെട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങളൊന്നും കേട്ടില്ലേ എന്ന ചോദ്യത്തിലൂടെ ഈ ബന്ധത്തിലെ സംശയങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചു. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നേതാക്കൾ സുരക്ഷിതരായിരിക്കുകയും സാധാരണ അണികൾ രക്തസാക്ഷികളാവുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വിഡ്ഢികളായ വോട്ടർമാരാണ് മലയാളികളെന്നും കൊള്ളയടിക്കാൻ നേതാക്കൾക്ക് അവസരം നൽകുന്നുവെന്നും വിമർശിച്ചിരുന്നു.